കേരളത്തിലെ ഗുണ്ടകൾക്കൊക്കെ ഒരു എട്ടിന്റെ പണിയാണ് അർജുൻ ആയങ്കി കൊടുത്തതെന്ന് പറയാം. കാരണം ഗുണ്ടകൾക്ക് ഒരു ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു, വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ. ഇതിന്റെ ഇടയ്ക്കാണ് അർജുൻ ആയങ്കി പോലീസിനെ വെല്ലുവിളിക്കുന്നു, ആഭ്യന്തരമന്ത്രിയെ വെല്ലുവിളിക്കുന്നു, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായത്. അപ്പൊ എന്തായാലും ഇപ്പം അതൊക്കെ കണ്ടുകൊണ്ട് ആഭ്യന്തരമന്ത്രി ഒരു പുതിയ പദ്ധതി കൂടി തയ്യാറാക്കിയിരിക്കുന്നത്, ഓപ്പറേഷൻ ഗ്രിപ്പ്. അതായത് ഗുണ്ടകളെ എല്ലാം അടിച്ചമർത്താൻ തന്നെയാണ് തീരുമാനം. നമുക്ക് അറിയാം, കഴിഞ്ഞ പുതിയ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ആരംഭിച്ച ഓപ്പറേഷൻ തൂഫാൻ പിന്നെ വളരെ നല്ല രീതിയിലാണ് മുന്നോട്ട് പോയത്. ഒരുപാട് ലഹരി പദാർത്ഥങ്ങൾ പിടിച്ചെടുത്തു, ലഹരി വിൽപ്പനക്കാരെ എല്ലാം പിടിയിലായി. അതായത് ലഹരി കുറയ്ക്കുന്നത്, വിതരണവും വിൽപ്പനയും ഒക്കെ ഉപയോഗമൊക്കെ കുറയ്ക്കുന്നതിനുള്ള ഒരു പരിധിവരെ ഇത് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്, വിജയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് തന്നെ പറയാം. അതിന്റെ അടുത്ത ഘട്ടം ഇനി ഓണം കഴിഞ്ഞിട്ട് വരാൻ പോകുമെന്നാണ് പറയുന്നത്. അതിന്റെ കൂടെയാണ് ഇപ്പോൾ ഓപ്പറേഷൻ ഗ്രിപ്പ് കൂടി വരുന്നത്. അതായത് ഗുണ്ടകൾ ഈ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നതിൽ ഈ ഇങ്ങനത്തെ ആൾക്കാരൊക്കെ ഇതുമായിട്ട് ലിങ്ക്ഡ് ആയിരിക്കും ഒരു പക്ഷേ. എന്തായാലും ഈ ഒരു പുതിയ പദ്ധതിയോടുകൂടി കേരളത്തിലെ ഗുണ്ടകൾക്കിട്ട് ഒരു എട്ടിന്റെ പണി വരാൻ പോവുകയാണെന്നുള്ളത് തന്നെ മനസ്സിലാക്കാം. കാരണം അർജുന ആയങ്കി അന്വേഷിച്ച് പോയപ്പോൾ തന്നെ 25ഓളം ഇവരെ സുഹൃത്തുക്കൾ, ആയങ്കിയുടെ സുഹൃത്തുക്കളും അതിൽ ഗുണ്ടകളും ഒക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അത്രയും പേരെ ഓൾറെഡി കസ്റ്റഡി എടുത്ത് കഴിഞ്ഞു. ഇവരെ കസ്റ്റഡി എടുത്തത് കൂടാതെ അർജുന ആയങ്കിയെ ഇപ്പൊ പിടിയിലായതിനു ശേഷം കാപ്പ കേസ് ചുമത്തിയിട്ട്, കാപ്പ വകുപ്പ് ചുമത്തിയിട്ട് പുറത്തിറങ്ങാൻ പറ്റാത്ത രീതിയിൽ അകത്തിടാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അങ്ങനെയാകുമ്പോൾ മറ്റു ഗുണ്ടകൾക്ക് നേരെയും നടപടി ആരംഭിക്കുന്നു. ഇത് പുതിയൊരു ചരിത്രം സൃഷ്ടിക്കാൻ തന്നെയാണോ രമേശ് ചെന്നിത്തലയുടെ നീക്കം? അല്ല, കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് അല്ലെങ്കിൽ അവസാന സമയത്താണ് ഓപ്പറേഷൻ ഗ്രിപ്പ് എന്ന് പറയുന്ന ഒരു ആശയം മുന്നോട്ട് വെച്ചത്. കഴിഞ്ഞ സർക്കാരാണത് മുന്നോട്ട് വെച്ചത്. പക്ഷെ അത് എവിടെയും എത്താതെ പോയ, ഒരു ഗ്രിപ്പില്ലാതെ പോയ പദ്ധതി എന്ന് പറയേണ്ടി വരും. എന്നാൽ കേരള പോലീസിൽ നമുക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു, ജനമൈത്രി പോലീസ് എന്നൊക്കെ നമ്മൾ വിശ്വസിച്ചിരുന്ന ഒരു സമയമുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കഴിഞ്ഞ 10 വർഷമായി നമ്മൾ കണ്ടത്, അല്ലെങ്കിൽ നമുക്ക് പിണറായി വിജയൻ സർക്കാരിന്റെ അവസാന കാലത്തൊക്കെ പോലീസിന്റെ ഗുരുതര വീഴ്ചകളൊക്കെ കേരളം ഒന്നാകെ ഞെട്ടിയതാണ്. പരാതിയുമായി ചെല്ലുന്ന സ്ത്രീകളോട് അപമര്യാദയായി പെരുമാറുന്ന പോലീസുകാരുള്ള സംസ്ഥാനമായി കേരളം മാറി. അവിടെ നിന്നാണ് പുതിയ സർക്കാർ അധികാരത്തിലേക്ക് വരുന്നത്. അല്ലെങ്കിൽ ആ ഒരു സമയത്ത് ജനമൈത്രി പോലീസ് എന്ന് പറയുകയും അവരുടെ പെരുമാറ്റം കൊലമൈത്രി പോലീസിന് സമാനമായതാണ്. കഴിഞ്ഞ സർക്കാർ ഏറ്റവും കൂടുതൽ പഴി കേട്ട കാര്യം എന്ന് പറയുന്നത് ആഭ്യന്തര വകുപ്പിന്റെ വീഴ്ച തന്നെയാണ്. പരാതിയുമായി ആർക്കും കടന്നു ചെല്ലാൻ കഴിയുന്ന സ്ഥലമായിരിക്കണം പോലീസ് സ്റ്റേഷൻ. അതിപ്പോ രാത്രിയായാലും പകലായാലും ഏറ്റവും സേഫ് ആയിട്ടുള്ള സ്ഥലം എന്ന് പറയുന്നത് പോലീസ് സ്റ്റേഷൻ ആണ് നമ്മൾ വിശ്വസിച്ചെടുത്ത് നിന്ന് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് മനസ്സിലായി ഒട്ടും സേഫ് അല്ലാത്ത, പ്രത്യേകിച്ച് ഒരു സ്ത്രീക്ക് രാത്രി പരാതിയുമായി കയറി ചെല്ലാൻ കഴിയാത്തൊരിടമായി പോലീസ് സ്റ്റേഷനുകൾ മാറി. അപ്പൊ അതിൽ നിന്നൊക്കെ മാറ്റം വന്നുകൊണ്ട് പോലീസുകാരെ ജനങ്ങൾ വെറുത്തിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ ആദ്യമൊക്കെ നമുക്ക് ഭയങ്കര ഭയത്തോടു കൂടിയാണ് പോലീസുകാരെ കണ്ടിരുന്നത്. പിന്നീട് ഒരുതരം വെറുപ്പിലേക്ക് കൊണ്ടെത്തിച്ചു കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത്. എന്നാൽ അതെല്ലാം മാറിക്കൊണ്ട് പോലീസിന് പുതിയൊരു ഇമേജാണ് ഓപ്പറേഷൻ തൂഫാൻ നൽകിയത്. ഇതുവരെ ഇല്ലാത്ത ഒരു സ്നേഹവും ബഹുമാനവും ഒക്കെ പലപ്പോഴും പല പോലീസുകാരെയും കാണുമ്പോൾ നമുക്ക് തന്നെ ഒന്ന് എഴുന്നേറ്റ് നിന്ന് സല്യൂട്ട് ചെയ്യാൻ തോന്നുന്ന രീതിയിലേക്ക് അവരവരുടെ പ്രവർത്തനങ്ങൾ കൊണ്ടുപോയി. അപ്പൊ പോലീസുകാരുടെ പ്രശ്നമായിരുന്നില്ല, അതിന്റെ ഏകോപനത്തിന്റെ പ്രശ്നമായിരുന്നു എന്ന് മനസ്സിലായി. അതിന് തൊട്ട് പിന്നാലെ ഓപ്പറേഷൻ തൂഫാൻ 100% വിജയിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും. ഒരു ആദ്യഘട്ടം കഴിഞ്ഞ് ഓണം കഴിയുമ്പോൾ അടുത്ത ഘട്ടം തുടങ്ങുമെന്നും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അർജുൻ ആയങ്കി അടക്കമുള്ള, അല്ലെങ്കിൽ അർജുൻ ആയങ്കി ഇതിനൊക്കെ ഒരു കാരണമായി എന്നേ ഞാൻ പറയും. അദ്ദേഹം വെല്ലുവിളിച്ചത് കൊണ്ട് തന്നെയാണ് ആഭ്യന്തര വകുപ്പ് മന്ത്രി അടക്കമുള്ളവർ ഈ ഒരു വിഷയം കുറച്ചുകൂടി സീരിയസ് ആയിട്ട് എടുത്തത്. പക്ഷെ ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല വരുമ്പോൾ പറഞ്ഞു, ക്രമസമാധാനം പാലിക്കപ്പെടും, ഗുണ്ടകൾ കഴിഞ്ഞാടാനുള്ള സ്ഥലമായി ഇനി ഇത് മാറില്ല എന്നുള്ളത്. ഗുണ്ടകൾ എന്ന് പറയുമ്പോൾ ഇവർക്ക് പിന്നിൽ ശക്തമായ രാഷ്ട്രീയമുള്ള ആളുകളുണ്ട്. അല്ലെങ്കിൽ രാഷ്ട്രീയം ഗുണ്ടകൾക്ക് സ്പോൺസർ ചെയ്യാൻ ആൾക്കാരുണ്ടാവുമല്ലോ, ഉണ്ടാവും. സ്വാഭാവികമായിട്ടും ഗുണ്ടകൾ കേരളത്തിൽ വളർന്നു വരുന്നുണ്ട് എങ്കിൽ അത് പ്രത്യേകിച്ച് ഇപ്പൊ ചെറിയ പോക്കറ്റടി അല്ലെങ്കിൽ തമ്മിത്തല്ലിനപ്പുറത്തേക്കുള്ള കൊലപാതകത്തിലേക്കൊക്കെ എത്തുന്നുണ്ടെങ്കിൽ അതിന് വ്യക്തമായ രാഷ്ട്രീയ പിന്തുണയുണ്ട്, സ്പോൺസർമാരുണ്ട്. ഈ പറയുന്ന പോലെ ഗുണ്ടകളെ മാത്രം പിടിച്ച് അകത്തിട്ടാൽ ഈ പ്രശ്നം പരിഹരിക്കാനാകില്ല. ഇപ്പൊ ഓപ്പറേഷൻ തൂഫാനിൽ തന്നെ ഈ ആരാണോ ഏജന്റുമാരായി നിൽക്കുന്നത് അവരെ മാത്രമല്ല, ഇതിന്റെ പിന്നിൽ ആരൊക്കെ ഉണ്ട്, ഒരു ചെയിൻ പോലെ പോകുന്ന ഈ ചെയിനിൽ എല്ലാവരെയും കൂടി പിടിച്ചിടുമ്പോൾ മാത്രമാണ് തൂഫാൻ വിജയിക്കുന്നതെന്ന് അന്ന് പറയുന്നു. അതേപോലെ തന്നെയാണ് സ്പോൺസർമാരെയും രാഷ്ട്രീയ നേതാക്കളൊക്കെ ഉണ്ടാവും. സ്വാഭാവികമായിട്ടും പല രാഷ്ട്രീയക്കാർക്കും അവരുടേതായ ഗുണ്ടകളും അതിന്റെ പശ്ചാത്തലവും അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഉണ്ടാകും. അപ്പൊ അവരെയൊക്കെ പിടിക്കാൻ ഗ്രിപ്പിന് കഴിയുമോ? അല്ലെങ്കിൽ പോലീസിന് രാഷ്ട്രീയ ഭേദമന്യേ, അല്ലെങ്കിൽ അവിടെ രാഷ്ട്രീയം നോക്കാതെ, നമ്മൾ ഓപ്പറേഷൻ തൂഫാൻ വന്നപ്പോൾ നമ്മൾ പറഞ്ഞതാണ്, അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പ് തന്നെ പറഞ്ഞു, അവിടെ രാഷ്ട്രീയമൊന്നുമില്ല, ഏത് രാഷ്ട്രീയക്കാരായാലും ഒരു MLA-യും ലഹരി പദാർത്ഥവുമായി പിടിക്കുന്ന ആളിന് വേണ്ടി റെക്കമെൻഡ് ചെയ്യേണ്ട എന്ന് പറയുന്നത് പോലെ ഗുണ്ടകളെ പിടിക്കുമ്പോൾ
രാഷ്ട്രീയക്കാർ റെക്കമെൻഡ് ചെയ്യാതിരിക്കും, അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാക്കളുടെ രാഷ്ട്രീയ പാർട്ടികൾക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യുന്ന അല്ലെങ്കിൽ സ്പോൺസർമാർക്ക് വേണ്ടി ചെയ്യുന്ന ഗുണ്ടകളെ പിടിക്കാൻ പോലീസ് ധൈര്യം കാണിക്കുമോ എന്നൊരു ചോദ്യമുണ്ട് ഇപ്പോഴും. ഉണ്ട്. ഇതിനകത്ത് നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ക്രമസമാധാന ചുമതലയുള്ള ADGP P. വിജയൻ പറഞ്ഞിരിക്കുന്നത്, നമ്മള് അതായത് റീൽസ് ഇട്ടിട്ട് ആഘോഷിക്കുന്ന ചില ഗുണ്ടകളുണ്ടല്ലോ. വാള് കാരണം വെച്ച് വാളുകൊണ്ട് കേക്ക് കേക്ക് കട്ട് ചെയ്യുക, പിന്നെ ഒരു ബർത്ത്ഡേ ആഘോഷം എന്താണ് ഗുണ്ടകളൊക്കെ ചേർത്തിക്കൊണ്ട് എന്താണ് പടക്കം പൊട്ടിച്ചു, അങ്ങനെയുള്ള തോക്കുകൊണ്ട് അങ്ങനെയുള്ള പലതും കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഇതോടെ നിർത്തിക്കോ എന്നുള്ളതാണ് പറയുന്നത്. കാരണം ഒരാളെയും വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല. ഈ ഗുണ്ടകളുടെ മേൽ എന്താണ് അഴിഞ്ഞാട്ടം ഇതോടുകൂടി നിർത്താം എന്നുള്ള മുന്നറിയിപ്പ് തന്നെ കൊടുത്തിട്ടുണ്ട്. അതിനുള്ള പരിപാടി തുടങ്ങിക്കഴിഞ്ഞു. അതായത് ഓപ്പറേഷൻ ഗ്രിപ്പ് 2.0 എന്ന പേരിട്ടാണ് ഇപ്പൊ ഇത് വീണ്ടും ആരംഭിച്ചിരിക്കുന്നത്. ഈ കഴിഞ്ഞത്തെ അറസ്റ്റിലോടുകൂടി തന്നെ കുറെ പേര് അറസ്റ്റിലായിട്ടുണ്ട്. കുറെ ഗുണ്ടകൾ അങ്ങനെയുള്ള അവരുമായി ബന്ധപ്പെട്ട ആൾക്കാരും അറസ്റ്റിലായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇതിപ്പോ ഈ പദ്ധതി ആരംഭിച്ചു കഴിഞ്ഞു. ഇനി വരാൻ പോകുന്നത് കുറച്ച് കട്ടിയുള്ള കാര്യമായിരിക്കും എന്ന് പ്രത്യേകം മുന്നറിയിപ്പ് കൊടുക്കുന്നുണ്ട്. എന്തായാലും P. വിജയൻ അല്ല, പക്ഷെ അതിന്റെ അകത്ത് പറയുന്ന ഒരു കാര്യം, അർജുനായങ്കിയുമായി ബന്ധപ്പെട്ട് തന്നെ ഫേസ്ബുക്ക് പോസ്റ്റിനടിയിൽ കമന്റ് ഇട്ടവരെയും ലൈക്ക് ചെയ്തവര് ഷെയർ ചെയ്തവരെയൊക്കെ ചോദ്യം ചെയ്യുക അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യുന്ന തരത്തിലൊരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. പക്ഷെ അത് കേരളം പോലെ ഒരു സംസ്ഥാനത്ത് നടക്കുന്ന അത് പക്ഷെ അത്ര എളുപ്പമല്ല. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഗുണ്ടകളെ അവരൊക്കെ അറസ്റ്റ് ചെയ്യുന്നല്ല ഉദ്ദേശിക്കുന്നത്, അവരുടെയൊക്കെ പശ്ചാത്തലം അന്വേഷിക്കും. അത് നോട്ടഡ് ആവും. കാരണം പക്ഷെ മറുവശത്തേക്ക് അവരെയൊക്കെ അറസ്റ്റ് ചെയ്യാൻ തുനിയുകയാണെങ്കിൽ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളിലേക്ക് കടക്കാൻ കേരള പോലീസിന് കഴിയുമെന്ന് ഞാൻ കരുതുന്നില്ല. കാര്യം ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയയിലൂടെ ജീവിക്കുന്ന ആളുകളാണ്. അവർക്ക് അവരുടെ അഭിപ്രായം എവിടെയും പറയാം. ഇപ്പൊ എനിക്ക് അർജുനായെങ്കിൽ സപ്പോർട്ട് ചെയ്യാം, ഒപ്പോസ് ചെയ്യാം, അത് എന്റെ പേഴ്സണൽ ചോയ്സ് ആണ്. ഇനി ഞാൻ എന്തെങ്കിലും കുറ്റകൃത്യത്തിൽ പങ്കാളിയാണ് എങ്കിൽ എന്നെ അറസ്റ്റ് ചെയ്യാം, ചോദ്യം ചെയ്യാം. അല്ലാതെ ഞാനൊരു കമന്റ് അനുകൂലമായി ഇട്ടു അവരെ പിടിക്കുന്നു എന്നുള്ളതല്ല പറഞ്ഞത്. അതായത് പോലീസിനെ വെല്ലുവിളിച്ചുകൊണ്ട്, ആഭ്യന്തരമന്ത്രിയെ വെല്ലുവിളിച്ചുകൊണ്ട് അർജുനായെങ്കിൽ ഇട്ട പോസ്റ്റിന് അതിന് ലൈക്ക് ചെയ്യും അനുകൂലമായ കമന്റുകളോ ഇട്ടിട്ടുള്ള ആൾക്കാർക്ക് ഇതേ ഒരു നേച്ചറുള്ള ആൾക്കാരായിരിക്കും. കാരണം ഇവർക്കും ഈ ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ളവരാണെങ്കിൽ അവരെ കൂടി അന്വേഷിക്കും. കാരണം ഇനി ഭാവിയിലും പല കേസുകളിൽ ഇവർ ബന്ധപ്പെടും എന്നുള്ളത് അറിയില്ല. അത് ശരിയാണ്. പക്ഷെ അപ്പോഴും മറ്റൊരു കാര്യം ചിന്തിക്കണം. കമന്റ് ഇടുന്നവരുടെ ക്രിമിനൽ പശ്ചാത്തലം പരിശോധിക്കുന്ന അല്ലെങ്കിൽ പരിശോധിക്കാൻ പോകുന്ന കേരള പോലീസ് ഗ്രിപ്പ് എന്ന പുതിയ പദ്ധതിയുമായി ഗ്രിപ്പ് 2.0 വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ തുനിഞ്ഞിറങ്ങുന്ന കേരള പോലീസ് ഗുണ്ടകൾക്ക് പിന്നിലുള്ള സ്പോൺസർമാരിലേക്ക് എത്തുമോ, രാഷ്ട്രീയ പാർട്ടികൾക്ക് അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരിലേക്ക് എത്തുമോ? ഇപ്പൊ കോൺഗ്രസുമായി ബന്ധപ്പെട്ട് K. സുധാകരൻ തന്നെ ഓപ്പറേഷൻ തൂഫാനുമായി ബന്ധപ്പെട്ട് നടത്തിയ യോഗത്തിൽ ഗുണ്ടകൾ പങ്കെടുത്തിരുന്നു എന്നൊരു ആക്ഷേപമുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ സ്വന്തം പാർട്ടിയിലുള്ള ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ പാർട്ടിയിലുള്ള ആളുകൾ പോലും പ്രതിരോധത്തിലാകുന്ന സാഹചര്യം ഉണ്ടാകും. അത്തരം രാഷ്ട്രീയ നീക്കങ്ങളിലേക്കും സാഹചര്യങ്ങളിലേക്കും ഒക്കെ പോകും. ഇനി ഒരു വശത്ത് അത്തരത്തിലൊരു പോക്കില് അല്ലെങ്കിൽ അത്തരത്തിലൊരു അറസ്റ്റിലേക്കോ അത്തരത്തിൽ ഈ പറയുന്ന രാഷ്ട്രീയ ഭേദമന്യേ പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും ആഭ്യന്തര മന്ത്രിക്കൊപ്പമായിരിക്കും കേരളത്തിലെ എല്ലാ ജനങ്ങളും എന്ന് പറയേണ്ടി വരും. പക്ഷെ അവിടെ രാഷ്ട്രീയമായിട്ടുള്ള തിരിച്ചടിയും ഉണ്ടാകും. വേറൊരു കാര്യമുണ്ട്, നമ്മളൊപ്പം ശ്രദ്ധിക്കേണ്ടത്. ഇതേ സംഭവം ആഭ്യന്തരമന്ത്രി ആദ്യം എടുത്ത തൂഫാൻ എന്നുള്ള പരിപാടിയിൽ ഒരാളെയും, അതായത് സിനിമാക്കാരാണോ രാഷ്ട്രീയക്കാരാണോ ആരെയും ഇതുമായിട്ട് സംരക്ഷിക്കാൻ പോകുന്നില്ല. ആരും ഇതിന് വേണ്ടിയിട്ട് വക്കാലത്ത് പറഞ്ഞ് വരണ്ട, അതായത് റെക്കമെൻഡ് ചെയ്ത് വരണ്ട എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെയുള്ള കാരവാനിൽ പോലും പോയിട്ട് പരിശോധന നടത്തും എന്നൊക്കെയുള്ളൊരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ടായിരുന്നു. അത് നടത്തിയോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് വേറെ കാര്യം. എന്തായാലും അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ ഈ ആഭ്യന്തര മന്ത്രി തന്നെ അല്ലെങ്കിൽ രമേശ് ചെന്നിത്തല തന്നെ വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ ഗുണ്ടകളെ സംരക്ഷിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾക്കാരും പിടിവീഴും, അല്ലെങ്കിൽ അവരെ തുറന്നു കാട്ടും എന്നെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ജനങ്ങൾക്ക് ഈ രാഷ്ട്രീയ പാർട്ടിക്കാരുടെ ഒരു ഇത് പോകും എന്നുള്ള അറിയാം. അത് ഭയന്നെങ്കിലും അവർ ഈ ഗുണ്ടകളുമായിട്ടുള്ള ബന്ധം വിടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും രമേശ് ചെന്നിത്തല പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചെയ്തിരിക്കും എന്നുള്ള ഒരു വിശ്വാസം നമുക്ക് ഉണ്ടാവുമായിരിക്കും.